ഓണക്കാലത്ത് പൂക്കൾ മാത്രമല്ല വാഴയിലയിലും കേരളത്തിലേക്ക് അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്നുണ്ട്. മലയാളിക്ക് തൂശനിലയിൽ സദ്യയുണ്ണാൻ തമിഴകത്ത് നിന്നുമാണ് വൻതോതിൽ വാഴയില എത്തുന്നത്. തേനിയിൽ നിന്നും ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ മാത്രമല്ല തൂശനിലയും എത്തുന്നു. ഇളം പച്ച നിറത്തിലുള്ള തൂശനില ഇടത്തേക്കിട്ട് സദ്യയുണ്ണാൻ മലയാളിക്ക് വാഴയില ലോറിയിൽ കയറിയെത്തണം. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് തൂശനില കൂടുതലായി എത്തുന്നത്. തമിഴ്നാട്ടിൽ വാഴയില വ്യാപാരം നടക്കുന്ന ഒട്ടേറെ കേന്ദ്രങ്ങളുണ്ട്. തേനി ജില്ലയിലെ ഒട്ടേറെ ഗ്രാമങ്ങളിലും വാഴകൃഷി വ്യാപകമായി നടക്കുന്നുണ്ട്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പാളയംകോടൻ, ഞാലിപ്പൂവൻ, കണ്ണൻ, കർപ്പൂരവള്ളി, പൂവൻ, കദളി, നേന്ത്രൻ, ചെങ്കദളി, റോബസ്റ്റ, പടത്തി തുടങ്ങിയ ഇനങ്ങൾ തമിഴ്നാട്ടിലും കൃഷി ചെയ്യുന്നുണ്ട്. നേന്ത്രവാഴി ഒഴികെ മറ്റിനങ്ങളുടെ ഇലകൾ ഇവർ വിപണിയിലെത്തിക്കുന്നു. இது செவ்வாழை ஒரு கட்டில் 40 மடி இருக்கும். 200 இலை நான் கொடுக்க ஓனத்துக்காக வேண்டி தயார் பண்ணிக்கிட்டு இருக்கேன். விலை 600 ரூபா கொடுக்குற லேலர் பண்ண. இப்போ லேலர் 600 ரூபாய்க்கு கொடுக்குறான். மூட்டு நேரத்தில் கொஞ்சம் 100-200 கூட்டி கொடுப்போம். കേരള കായം പോയിട്ട് இருக்கான். ഇലയുടെ വലിപ്പവും മേന്മയും നോക്കി ലേലം വിളിച്ചാണ് മാർക്കറ്റിൽ വിൽപ്പന നടക്കുന്നത്. 2 മീറ്റർ വരെ നീളത്തിൽ ഇല മുറിച്ച് കെട്ടാക്കി കർഷകർ ചന്തയിലെത്തിക്കുന്നു. ഒരു കെട്ടിൽ 180ഓളം ഇലയുണ്ടാകും. ഒരു ഇലയിൽ നിന്ന് ഒരു ഊണ്, 4 ടിഫിൻ എന്നിങ്ങനെ കച്ചവടക്കാർ മുറിച്ചെടുക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. കർക്കിടകം കഴിയുമ്പോഴാണ് ഇവിടുത്തെ പ്രധാന സീസൺ. തമിഴ്നാട്ടിലെ കല്യാണ മുഹൂർത്തങ്ങളും കേരളത്തിലെ ഓണവുമാണ് പ്രധാന സീസൺ. ഒരു കെട്ട് ഇലയ്ക്ക് 1200 മുതൽ 1400 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. வாழையில நாங்கள் சேல்ஸ் பண்ணிக்கிட்டு இருக்கோம். வாழையில சுள்ளிப்பிட்டில் வில்லேஜுகளில் தோட்டத்துக்களை கான்ட்ராக்ட் எடுத்து இலையை கண்டிச்சு கேரளாவுக்கு ஓணத்துக்கு கொடுப்பேன். மார்க்கெட்டுக்கும் போகும். மார்க்கெட்டில் போகும்போது எங்களுக்கு நல்ல விலை கிடைக்குது. ഓണ സമയത്തിൽ നല്ല വില கிடைக்கும். ചെന്നൈയിലേക്ക് ഒരു ദിവസം വലിയ ലോറികളിൽ 4 ലോഡ് ഇലയാണ് പോകുന്നത്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലേക്ക് തേനി മേഖലയിൽ നിന്നാണ് കൂടുതൽ വാഴയില എത്തുന്നത്. തമിഴകത്ത് നിന്ന് തൂശനില എത്തിയാലേ മലയാളിയുടെ സദ്യവട്ടങ്ങൾ ഗംഭീരമാകുകയുള്ളൂ. കേരളത്തിലെ ഓണക്കാലത്ത് തമിഴ്നാട്ടിലെ വാഴ കർഷകരും ഏറെ സന്തോഷത്തിലാണ്. ഓണസദ്യക്ക് തൂശനില ഇവിടെ നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. തേനിയിൽ നിന്ന് ക്യാമറമാൻ ഷാജനോടൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ.